വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാനൽ ഓഫ് ഗെയിംസ്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് പെഗസസിന്റെ പിക്ചർ ഹണ്ട്. ഇതിനകത്ത് കാർഡിനനുസരിച്ച് ഗെയിം ബോർഡിൽ ഒബ്ജക്ട്സ് പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നതാണ് ഗെയിം. ഈ ഗെയിമിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഇലസ്ട്രേഷൻസ് വരുന്നത് ക്ലിയറും സിമ്പിൾ ആണ് മനസ്സിലാക്കാനായിട്ട്. കൂടാതെ ഇതിനകത്ത് 2 ഡൈസ് ആണ് വരുന്നത്, ഒന്ന് നമ്പറിനും ഒന്ന് കളറിനും. പിന്നെ ശരിയായ ഒബ്ജക്ട്സ് കണ്ടെത്തുന്ന സമയത്ത് ഗെയിം ബോർഡിൽ വെക്കാനായിട്ട് ടോക്കനും തന്നിട്ടുണ്ട്. ഇതിനെല്ലാം അപ്പുറം ഇതിന്റെ വില വരുന്നത് വെറും 424 റുപ്പീസേ ഉള്ളൂ. അതായത് പിക്ചർ റേക്കിന്റെ 1/3 ഉള്ളൂ. ഈ ഗെയിമിന്റെ ക്വാളിറ്റി കോമ്പറൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത് നല്ല ഡീലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഉടനെ തന്നെ നമുക്ക് ഗെയിം ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ലെറ്റ്സ് ഗോ. ആദ്യം 7 ഹെക്സഗൺ ഷേപ്പിലുള്ള ബോർഡ്സ് സെന്ററിൽ വെക്കുക. ഇനി 3 ഡെക്സ് ഷഫിൾ ചെയ്ത് അവയെ ഫേസ് ടേൺ ആയിട്ട് വെക്കുക. പ്ലെയേഴ്സ് ഒരു കളർ തിരഞ്ഞെടുത്ത് ആ കളറിന്റെ 4 ലോക്ക് ടോക്കൻസ് എടുക്കുക. 2 ഡൈസും എല്ലാവർക്കും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കുക. ഇനി ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയർ ആണ് ഗെയിം ആരംഭിക്കുന്നത്. 2 ഡൈസ് റോൾ ചെയ്ത് ഗെയിം റൗണ്ടുകളായിട്ടാണ് കളിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പ്ലെയർ 2 ഡൈസും റോൾ ചെയ്ത് ഒന്ന് കളറിനായിട്ട് മറ്റൊന്ന് നമ്പറിനായിട്ട് കളർ അനുസരിച്ച് ആ ഡെക്കിൽ നിന്നൊരു കാർഡ് എടുക്കുകയും അതിനെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ സെന്ററിൽ ഫേസ് അപ്പ് ആയിട്ട് വെക്കണം. പ്ലെയേഴ്സ് ആ കാർഡ് നോക്കാനായിട്ട് കുറച്ച് സമയം ലഭിക്കും. അതിനുശേഷം കാർഡ് എടുത്ത പ്ലെയർ ഉറക്കെ ലെറ്റ്സ് ഹണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ പ്ലെയേഴ്സും ഒരേ സമയം ഒബ്ജക്ട്സ് ആദ്യം കണ്ടെത്താനായിട്ട് ശ്രമിക്കും. കളർ ഡൈസ് ഏത് ഡെക്കിൽ നിന്ന് കാർഡ് എടുക്കണമെന്ന് തീരുമാനിക്കാനാണ്, അതായത് ഗ്രീൻ, ഓറഞ്ച് അല്ലെങ്കിൽ ബ്ലൂ. നമ്പർ ഡൈസ് ഉപയോഗിക്കുന്നത് ഓറഞ്ച് ഡെക്കിന് മാത്രമാണ് എത്ര ഒബ്ജക്ട്സ് കണ്ടെത്തണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒരു പ്ലെയർ നമ്പർ ഡൈസിൽ 5 അല്ലെങ്കിൽ 6 റോൾ ചെയ്താൽ അവർ ഉടൻ ഹണ്ട് ആരംഭിക്കില്ല. അതിന് പകരം ആ പ്ലെയർ ഏതെങ്കിലും ഒരു ബോർഡ് ഫ്ലിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുകയോ ചെയ്യണം. ഈ ഗ്രീൻ ഡെക്കിലുള്ള ഒബ്ജക്റ്റ് ഒന്നേ ഉള്ളൂ ഗെയിം ബോർഡിൽ. പ്ലെയേഴ്സ് ആ യുണീക്ക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ആദ്യം കണ്ടെത്തുന്ന പ്ലെയർ അതിന്മേൽ ടോക്കൺ വെച്ച് ഉറക്കെ ഫൗണ്ട് ഇറ്റ് എന്ന് വിളിക്കണം കാർഡ് കിട്ടാൻ. ഈ ഡെക്കിൽ പ്ലെയേഴ്സ് ഡൈസിൽ റോൾ ചെയ്ത നമ്പർ അനുസരിച്ച് ഒബ്ജക്ട്സ് കണ്ടെത്തണം. ഉദാഹരണത്തിന് 3 റോൾ ചെയ്താൽ എല്ലാ പ്ലെയേഴ്സും ആ ഒബ്ജക്റ്റ് 3 തവണ ബോർഡിൽ കണ്ടെത്തി ടോക്കൺ വെക്കണം കാർഡ് കിട്ടാൻ. ഇവിടെ നമ്പർ 5 റോൾ ചെയ്തു. അതിനാൽ പ്ലെയർ ഒരു ബോർഡ് ഫ്ലിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുകയോ ചെയ്യുന്നു. പിന്നെ നമ്പർ ഡൈസ് വീണ്ടും റോൾ ചെയ്യുന്നു. വീണ്ടും 5 അല്ലെങ്കിൽ 6 വന്നാൽ വീണ്ടും റോൾ ചെയ്യണം. 1 മുതൽ 4 വരെയുള്ള നമ്പർ കിട്ടുമ്പോഴാണ് ഹണ്ട് ആരംഭിക്കാൻ കഴിയുക. പ്ലെയേഴ്സ് കാർഡിൽ കാണുന്ന 4 ഒബ്ജക്ട്സ് വേഗത്തിൽ കണ്ടെത്തണം. അതിനുശേഷം ബോർഡിൽ ടോക്കൺ വെച്ച് ആദ്യമായിട്ട് പൂർത്തിയാക്കുമ്പോൾ ആ റൗണ്ടിന് കാർഡ് ലഭിക്കും. ഓരോ റൗണ്ടിന് ശേഷം ആദ്യമായിട്ട് എല്ലാ ശരിയായ ഒബ്ജക്ട്സും കണ്ടെത്തുന്ന പ്ലെയർ ആ റൗണ്ടിന് വിജയിയാകുന്നു. റിവാർഡായിട്ട് പ്ലെയറിന് ആ കാർഡ് ലഭിക്കും, 1 പോയിന്റായി. ഗെയിം ഇങ്ങനെ തുടരും. ഓരോ റൗണ്ടിലും പ്ലെയേഴ്സ് കാർഡ് നേടാനായിട്ട് തമ്മിൽ മത്സരിക്കും. ഇങ്ങനെ ആദ്യം 8 കാർഡ്സ് കിട്ടുന്ന പ്ലെയർ ആയിരിക്കും വിജയി.
ഗെയിം അതേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുക. എന്നിട്ട് 15 മിനിറ്റ് ടൈമർ സ്റ്റാർട്ട് ചെയ്യുക. കാർഡ്സ് ഒന്ന് വീതം എടുക്കുക. പിന്നെ ടൈമർ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ 8 കാർഡ്സ് നേടാനായിട്ട് ശ്രമിക്കുക. ഓരോ തവണയും നിങ്ങളുടെ ഹൈ സ്കോർ തരണം ചെയ്യാൻ ശ്രമിക്കുക, സ്വയം തന്നെ ചാലഞ്ച് ചെയ്ത്. അപ്പൊ ഇതാണ് പിക്ചർ ഹണ്ട് എന്ന് പറയുന്ന ഗെയിം. ഈ ഗെയിം സോളോ ആയിട്ട് കളിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസും ആഡ് ചെയ്തിട്ടുണ്ട്. പിക്ചറേക്ക് അല്ലെങ്കിൽ ഐസോയിഡ് ഫസ്റ്റ് ജംഗിൾ ബെറ്റർ വേർഷൻ ആണ് ഈ ഗെയിം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ കമന്റ് സെക്ഷൻ വഴി ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ഗെയിമിംഗ് ഫോക്സ്. ഗുഡ് ബൈ.